അങ്ങനെ നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ എന്ന പാൻ ഇന്ത്യൻ ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് കോടികളിറക്കി ഒരു സിനിമ ചെയ്യാനും വിജയിപ്പിക്കാനും ആകില്ലേ എന്ന ചോദ്യത്തിനും ഇതോടെ ഉത്തരമാവുകയാണ്. താരരാജാവായ മോഹൻലാലും സംവിധായകനായി പൃഥ്വിരാജും കളം നിറഞ്ഞപ്പോൾ മികച്ച തിരക്കഥ കൊണ്ട് മുരളി ഗോപി തന്റെ ഇരിപ്പിടം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് എമ്പുരാൻ തുറന്നുവെച്ചത്. മൂന്നാം ഭാഗത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് 150 കോടി ബജറ്റിൽ ഒരുങ്ങിയ എമ്പുരാൻ അവസാനിക്കുന്നത്. ഇനി 3 മണിക്കൂർ ദൈർഘ്യത്തിലെത്തിയ ചിത്രം പ്രേക്ഷകരെ എത്രത്തോളം സംതൃപ്തരാക്കിയെന്നാണ് നമുക്ക് നോക്കേണ്ടതായുള്ളത്. ഇതിനായി ഇപ്പോൾ ചലച്ചിത്ര നിരൂപകൻ സായി കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സായി കൃഷ്ണൻ, നമസ്കാരം. നമസ്കാരം. ഒറ്റ വാക്കിൽ ചോദിക്കുകയാണ്, എമ്പുരാൻ കണ്ടിരുന്നില്ലേ? എങ്ങനെയുണ്ട് എമ്പുരാൻ എഫക്റ്റ്? അതായത് 5 വർഷം ലൂസിഫർ ഇറങ്ങിയ ശേഷം ഒരു 5 വർഷത്തെ കാത്തിരിപ്പ്, വളരെയധികം ഒത്തിരിയായി അപ്ഡേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ പാൻ ഇന്ത്യൻ ചിത്രമായി എമ്പുരാൻ എത്തുമ്പോൾ കണ്ട ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെ എമ്പുരാനെ വിലയിരുത്തും? ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ എക്സ്പെക്ടേഷൻ മൊത്തം ആ ഒരു കോണ്ടന്റിന്റെ മുകളിലായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടന്റ് ഡെലിവർ ചെയ്ത രീതിയും ആ ഒരു കോണ്ടന്റ് എടുത്ത മേക്കിങ്ങും എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈങ് ആയിട്ടാണ് എനിക്ക് ആ ഒരു സിനിമയിൽ മൊത്തത്തിൽ ടോട്ടലായിട്ട് കിട്ടിയത്. ഈ ഒരു 5 വർഷത്തെ കാത്തിരിപ്പ് ഈ ലൂസിഫറിന് തീർച്ചയായും ഈ ഒരു 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വരുന്നു ലൂസിഫർ എന്നുള്ളൊരു ചിത്രം. ഒരുപക്ഷെ ഇപ്പോൾ ലൂസിഫറിനാണോ എമ്പുരാനാണോ താങ്കൾ ഒരു 5% റേറ്റിംഗ് നൽകാൻ പറഞ്ഞാൽ ലൂസിഫറിനാണോ എമ്പുരാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായി പറയുക? Again, this is very personal. ഒരു most of the crowd will say Lucifer, but for me it's Emburan. എമ്പുരാൻ തീർച്ചയായും ഈ ഒരു ഈ ഒരു ചിത്രം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മോഹൻലാൽ എന്നുള്ളൊരു നടന്റെ തിരിച്ചുവരവ് നമുക്കറിയാം. കുറച്ചധികം സിനിമകളിൽ മോഹൻലാലിന് വേണ്ട ഒരു വിജയം നേടാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ മോഹൻലാൽ എന്നുള്ളൊരു നടന്റെ വിജയം അത് എത്രത്തോളം താങ്കൾ കാണുന്നുണ്ട്? അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്നൊരു സംവിധായകൻ ഒപ്പം തന്നെ നടനായും കൂടെ എത്തുമ്പോൾ ഒരു തിരക്കഥാകൃത്തായി മുരളി ഗോപിയും അവിസ്മരണീയമായ പ്രകടനം തന്നെയാണ് ഈ ഒരു തിരക്കഥയിലൂടെ ഒരുക്കി വെക്കുന്നത്. അപ്പോൾ പോലും ഈ ഒരു അതിലേക്ക് നമുക്ക് മുരളി ഗോപിയിലേക്ക് നമുക്ക് തിരികെ എത്താം. അതിനു മുൻപ് എമ്പുരാനിൽ ഈ പൃഥ്വിരാജും മോഹൻലാലും ഉള്ളൊരു കോംബോ, അവരുടെ ഒരു കോംബോ അതെങ്ങനെ വർക്കൗട്ട് ആയതായി താങ്കൾക്ക് തോന്നുന്നു? അത് ലൂസിഫറിൽ കണ്ട പോലെ തന്നെ ഒരു ബൈജാൻ കോംബോയുടെ ഒരു കുറച്ചും കൂടി വലിയൊരു വേർഷൻ നമ്മള് പ്രതീക്ഷിക്കുന്നത്. അതായത് ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചധികം സ്ക്രീൻ സ്പേസ് പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് പോകുന്നുള്ള സമയത്ത്, പക്ഷെ അത് വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ട് ലാലേട്ടനും പൃഥ്വിരാജിനും, അതാണ് ഈ ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ ഒരു പ്രത്യേകത. എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു 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 ഈക്വൽ സ്പേസ് കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് മുരളി ഗോപിക്കുണ്ട്. സോ അവിടെ എവിടെയും ലാലേട്ടന്റെ ഒരു എന്താ പറയാ ഇമ്പാക്ട് വേറൊരു ക്യാരക്ടറിനെ ബാധിക്കുമോ അല്ലെങ്കിൽ വേറൊരു ക്യാരക്ടറിന്റെ ഇമ്പാക്ട് ലാലേട്ടനെ ബാധിക്കുമോ എന്നുള്ളതൊന്നും അവിടെ നോക്കിയിട്ടില്ല. എല്ലാവർക്കും ഉള്ള ഇമ്പോർട്ടൻസ് വെൽ പ്ലേസ്ഡ് ആയിട്ട് കൊടുത്തു. ആൻഡ് ഓബിയസ്ലി ലാലേട്ടൻ ഈ ഒരു എമ്പുരാനിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്ന് നമുക്ക് ഖുറേഷി അബ്രാമിനെ കിട്ടിയത് ഒരു വല്ലാത്ത കിട്ടലായി പോയി. കാരണം എനിക്ക് പേഴ്സണലി അതിന്റെ കുറെ ഹൈ മൊമെന്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റി. തീർച്ചയായും ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നതും അതായത് ഒരു നമ്മൾ മലയാളത്തിൽ നിന്നും കണ്ടിട്ടുള്ളതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ ഒരു സിനിമ. അതുതന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഒരു തുടക്കം മുതൽ പൃഥ്വിരാജ് അടക്കമുള്ളവർ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു അണിയറ പ്രവർത്തകരടക്കം പറഞ്ഞു വെച്ചത് ഒരു ഹോളിവുഡ് ലെവലുള്ളൊരു മൂവി. എന്നാൽ പോലും പൃഥ്വിരാജ് പറയുകയുണ്ടായി ഇതങ്ങനെ വലിയ ഒരു സംഭവമല്ല, ഇത് തൻ്റെ ഒരു ചെറിയ പടമാണ്, തൻ്റെ ഒരു ചെറിയ ചിത്രമാണെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞു വെച്ചത്. ആ ഒരു തരത്തിലേക്ക് കൂടെ നോക്കുമ്പോൾ ഈ സിനിമ ആദ്യ അവസാനം നമുക്കറിയാം 3 മണിക്കൂറോളം ഈ ഒരു സിനിമയുണ്ട്. എവിടെയെങ്കിലും ഒരു ലാഗായിട്ട് ഫീൽ ചെയ്യുകയോ, കാരണം 3 മണിക്കൂർ ഒരു പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം അത്രയും എൻഗേജിങ് ആയിട്ട് തന്നെ ആ ഒരു സിനിമ പോവേണ്ടതായുണ്ട്. ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ പൃഥ്വിരാജ് ഈ പറഞ്ഞ തൻ്റെ ഒരു ചെറിയ സിനിമ എന്ന് പൃഥ്വിരാജ് പറഞ്ഞു വെച്ച ആ ഒരു വാക്കുകൾ അതിനെങ്ങനെ നമുക്ക് നോക്കിക്കാണാം? ഫസ്റ്റ് ഓഫ് ഓൾ അത് പൃഥ്വിരാജിന്റെ ഒരു എന്താ പറയാ ഡൗൺ ടു സാധനമാണ് ഈ ചെറിയ സിനിമ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടിറങ്ങി ഒരു പ്രേക്ഷകനും ഇതൊരു ചെറിയ സിനിമയായിട്ട് പറയാൻ പറ്റും. ഇത് വലിയ ക്യാൻവാസിന് വൈഡ് ആംഗിൾസിന് ഒരുപാട് എന്താ പറയാ ടെക്നോളജി ഉപയോഗിച്ചെടുത്ത ഒരു വാസം. ഇതിനെ ഉപയോഗിച്ച ഓരോ പെന്നിയും അതിന്റെ ഓരോ സ്ക്രീനിലും ഓരോ ടെക്നിക്കാലിറ്റീസിലും നമുക്ക് വിസിബിൾ ആണ്. ഇനി ഫോർ മീ ഈ ഒരു പെർട്ടിക്കുലർ സിനിമ ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് നിൽക്കുന്നത് ഇതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആണ്.
ഈ ഒരു സിനിമ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്ത് കയറുന്ന ഒരു പ്രേക്ഷകൻ, ഈവൻ ഈ അതൊരു ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ പോലും, എനിക്ക് തോന്നുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ ഒരു സിനിമേനെ ഒറ്റയ്ക്ക് ഒരു സ്റ്റാൻഡ് ലോൺ പടമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ ഞാനും സംസാരിക്കുന്ന ഈ ഹോളിവുഡ് റേഞ്ച് ഓഫ് സിനിമാറ്റോഗ്രാഫി, അതിന് ഒപ്പം നിൽക്കുന്ന ദീപക് ദേവിന്റെ ആ ഒരു മ്യൂസിക് പാറ്റേൺ, ഇതൊക്കെ ചിലർക്ക് ഡൈജസ്റ്റ് ആവണമെന്നില്ല. പക്ഷെ ഐ ടെൽ യു വൺ തിങ്, ഈ സിനിമേന്റെ ഒരു ഗ്രാവിറ്റി OTT ഇറങ്ങിയതിന് ശേഷമൊക്കെ ഇതിൽ വരാൻ പോകുന്ന ഒരുപാട് ഡീകോഡിങ്ങുകളും ഈ സിനിമയിലുള്ള ഡീറ്റെയിലിങ്ങുകളും ആൻഡ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ആൻഡ് ഇതിന്റെ ഈ വെച്ച് ഡീഡിങ് ഒരുപാട് പേര് ലൈക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ദീപക് ദേവിനെ. ഫോർ മീ ഓൾസോ കമ്പയറിംഗ് ടു ലൂസിഫർ ഇതിൽ വന്നപ്പോഴത്തേക്ക് ഒരു ടിപ്പ് ഫീൽ ചെയ്തു. പക്ഷെ ഒരു തീർച്ചയായും എനിക്ക് തോന്നുന്നു ആ ഫൈറ്റ് സീനുകളിലടക്കം ഈ ദീപക് ദേവ് ഈ ഒരു സംഗീതം കയറ്റിയത് ഭയങ്കര അതുമായി ജെല്ലായി പോകുന്ന രീതിയിലുള്ള ഒരു സംഗീതം. നമുക്കറിയാം കണ്ടംപററി ആയിട്ട് ഒരു ചെയ്യുന്ന ഒരു രീതി, ഒരു ഹോളിവുഡ് ലെവലിലുള്ള ഒരു സംഗീതം കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ചെണ്ടയൊക്കെ കൊട്ടുന്ന രീതിക്കുള്ള സംഗീതം, അതൊക്കെ ഭയങ്കരമായി അതിൻ്റെ കൂടെ ജെല്ലായി പോകുന്നൊരു എലമെന്റ് ആയിരുന്നില്ലേ? ആക്ച്വലി മലയാളികൾക്ക് എപ്പോഴും കമ്പയറിംഗ് ടു അനിരുദ്ധ് അല്ലെങ്കിൽ അനിരുദ്ധ് വിജയ്ക്ക് വെച്ചൊരു ഇത്, അല്ലെങ്കിൽ KGF വന്നിട്ടുണ്ടായിരുന്ന രവി ബസ്രൂർ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ ഒരു എന്താ പറയുക ഒരു ഇന്റർനാഷണൽ ടെറൈനിൽ ഷൂട്ട് ചെയ്തൊരു സാധനം, ആ സാധനത്തിന്റെ മുകളിൽ നമുക്ക് ഒരിക്കലും ദീപക് ദേവിന്റെ ഇങ്ങനെ ഒരു സാധനം എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും കൊണ്ടുവന്നിട്ട് ഒരു യൂഷ്വൽ കൺവെൻഷണൽ ഒരു ഇന്ത്യൻ സിനിമയുടെ പാറ്റേണിലുള്ള ഒരു BGM നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇതില് ദീപക് ദേവിനോട് ഡിമാൻഡ് ചെയ്തതും ദീപക് ദേവ് വെച്ചതുമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ക്ലാസ് ഉണ്ട് ആ ഒരു മൊത്തം BGM ആണെങ്കിലും മ്യൂസിക്കിനാണെങ്കിലും. അതൊരു സ്ലോ പോയിസൺ പോലെ ഇനി മുന്നോട്ട് കയറി പോവുകയുള്ളൂ. അതിൽ ഒട്ടും ഒരു കുറവ് വരാൻ പോകുന്നില്ല. ബട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ പലർക്കും അതൊരു ലോ ആയിട്ട് തോന്നാം. ബട്ട് ഫോർ മീ ഇപ്പൊ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പടമൊക്കെ കണ്ട് കഴിഞ്ഞ് ഇപ്പൊ റീവിസിറ്റ് ചെയ്യുമ്പോൾ അതിന് വളരെ ഒരു ടോപ്പായിട്ട് മാറുന്നുണ്ട്. തീർച്ചയായും. സായി കൃഷ്ണൻ ദയവായി തുടരുക. ഇപ്പോൾ ഒരു മോഹൻലാൽ ആരാധകൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, എമ്പുരാൻ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഒരു മോഹൻലാൽ ആരാധകൻ എന്നുള്ള നിലയിൽ ഈ ചിത്രം താങ്കളെ സാറ്റിസ്ഫൈ ചെയ്തു? എങ്ങനെയുണ്ടായിരുന്നു എമ്പുരാൻ? നമസ്കാരം. തീർച്ചയായിട്ടും എമ്പുരാൻ സിനിമ കണ്ടു, ആദ്യത്തെ ഷോ തന്നെ കണ്ടു. വളരെ മികച്ചൊരു ദൃശ്യാനുഭവമാണ് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക്, ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർക്ക് ഈ എമ്പുരാൻ സിനിമ സമ്മാനിച്ചത് എന്ന് പറയാതെ വയ്യ. കാരണം അതിൽ ഓരോ ഷോട്ടുകളും എത്രത്തോളം മെനക്കെട്ടും ബുദ്ധിമുട്ടിയും ആലോചിച്ചുമാണ് ചെയ്തതെന്നുള്ളത് നമുക്കെല്ലാവർക്കും പൃഥ്വിരാജിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായതാണ്. വളരെ നല്ലൊരു ഉദ്യമമാണ് ഇത്. മലയാള സിനിമയിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഫിലിം മേക്കിംഗ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാല് ആദ്യത്തെ ഒരു മണിക്കൂർ 35 മിനിറ്റാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഉള്ളത്. അതിനകത്ത് ഒന്നേകാൽ മണിക്കൂറോളം കാണികൾ അന്തം വിട്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. എന്നിട്ട് നമുക്ക് കാണുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സീനുകളാണ് ഓരോ സമയത്തും വന്നുകൊണ്ടിരുന്നത്. അതുപോലെ ഇന്റർവ്യൂസിനും 1 മണിക്കൂർ 25 മിനിറ്റ് അടുപ്പിച്ചാണ് ഉണ്ടായിരുന്നത്. ഇന്റർവ്യൂ സിനിമ കയറി കാണുന്ന ഒരു പ്രേക്ഷകർ വളരെ പെട്ടെന്ന് സിനിമ തീർന്നതുപോലെ എന്ത് ഫാസ്റ്റ് ആയിരിക്കും ആ സിനിമയ്ക്ക്. വളരെ നന്നായിട്ട് ഡയറക്ടർ അതിനെ ചെയ്തു എന്ന് തന്നെ പറയാൻ കഴിയും. ഹാറ്റ്സ് ഓഫ് പൃഥ്വിരാജ്. തീർച്ചയായും. അതുപോലെ തന്നെ വലിയ ഹൈപ്പിൽ ഒരുങ്ങിയ ഒരു ചിത്രം, ഒരുപക്ഷെ അണിയറ പ്രവർത്തകർ ആ ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് നൽകിയില്ലെങ്കിൽ പോലും, പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഒക്കെ വലിയ ഹൈപ്പിൽ ഇറങ്ങിയ ഒരു ചിത്രം. ആ ഒരു ഹൈപ്പിൽ ഇറങ്ങിയപ്പോൾ ഈ ഒരു ആരാധകരെ സംതൃപ്തിപ്പെടുത്താൻ ഈ ഒരു ചിത്രത്തിനായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ആരാധകർ പൂർണ്ണ സംതൃപ്തരാണ്. ക്യാരക്ടർ തുടങ്ങി ലൂസിഫർ ഇപ്പോ ഖുറേഷി എബ്രാഹിമില് വന്നു നിൽക്കുകയാണ്. എബ്രാഹിം ഖുറേഷിയുടെ പാസ്റ്റ് എന്താണെന്നുള്ളത് കാര്യമാണ് നാം എല്ലാവരും ഇനി കാണാനായിട്ട് കാത്തിരിക്കുന്നത് L3-യിലൂടെ. തീർച്ചയായും. അതുപോലെ തന്നെ ഈ ചിത്രം കാത്തു സൂക്ഷിച്ച കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള കുറച്ചധികം എലമെന്റ്സ് ഉണ്ടായിരുന്നു. അതിനോടൊക്കെയും താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതായത് ആ ഒരു പ്രതീക്ഷിച്ച അത്രയും ഒരു സർപ്രൈസ് ആ ഒരു രംഗങ്ങൾക്കൊക്കെ നൽകാൻ സാധിച്ചിട്ടുണ്ടോ? ഈ സർപ്രൈസ് ഒന്നും യഥാർത്ഥത്തിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ വയ്യ. കാരണം അവരത് വളരെ തന്ത്രപരമായി സിനിമയുടെ മാർക്കറ്റിംഗ് ഉപയോഗിച്ചു എന്നുള്ളതാണ് വാസ്തവം. ആ മാർക്കറ്റിംഗ് തന്ത്രത്തിൽ നമ്മളെ ഓൺലൈൻ മീഡിയ ഉൾപ്പെടെയുള്ള
സിനിമാ പ്രേമി ഉൾപ്പെടെയുള്ളവരെ അതിൽ കൊളുത്തിയത് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് ആ പബ്ലിസിറ്റി എന്ന നിലയിൽ ഇത്രയും വലിയ ഹൈപ്പ് കിട്ടാൻ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആരാധകർ വിശ്വസിക്കുന്നത്. അത് ചിത്രത്തിന് ഗുണകരമായിട്ടുമുണ്ട്. ശരി, രാജീവ് ദയവായി തുടരുക. ഇപ്പോൾ ഞാൻ സായി കൃഷ്ണനിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. സായി കൃഷ്ണൻ, നമ്മൾ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്, അതായത് മോഹൻലാൽജിയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ. ഇനി മുരളി ഗോപിയുടെ തിരക്കഥയിലേക്ക് വരികയാണ്. ലൂസിഫർ ആണെങ്കിൽ പോലും ഒരു പാളിച്ചയും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എമ്പുരാനിലേക്ക് വരുമ്പോഴും അത്തരത്തിൽ അങ്ങനെ അദ്ദേഹത്തിന് ഒരു പാളിച്ചയും ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 മണിക്കൂർ ഒരു പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായൊരു കാര്യമല്ല. അപ്പോൾ ആ ചിത്രം ആ രീതിയിൽ തന്നെ പുരോഗമിക്കേണ്ടതായിട്ടുള്ളത്. ആ ഒരു നറേഷൻ അങ്ങനെ തന്നെ പോവേണ്ടതായിട്ട്. കേരളത്തിൽ നടക്കുന്നൊരു കഥ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്നൊരു കഥയായി തന്നെ ഈ സിനിമ പോകുമ്പോൾ ആരാധകർക്ക് അല്ലെങ്കിൽ ക്ഷമിക്കണം, ഈ പ്രേക്ഷകർക്ക്, കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത അത് വളരെയധികം വലുതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഫ്രാൻസിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോൾ പക്ഷേ അവിടെ ആണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിൽ ആ കാര്യം പറഞ്ഞു വെക്കുന്നിടത്താണ് മുരളി ഗോപിയുടെ വിജയം എന്നെനിക്ക് തോന്നുന്നു. മുരളി ഗോപി ആസ് എ റൈറ്റർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 3 പാർട്ടാണ് ഈ സിനിമ. 3 പാർട്ട് ഏറ്റവും സെൻട്രൽ പീസാണ് ഈ ഒരു സിനിമ വരുന്നത്. സോ ഈ സിനിമ ഇപ്പൊ പലരും പറയുന്നുണ്ട് ലെങ്ത് കൂടുതലാണ്, കുറച്ചധികം സീനുകൾ, ഒരു 3 hours. പക്ഷെ ആ റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 hours എന്ന് പറയുന്നത് ഏറ്റവും വാല്യുബിൾ ടൈം. അയാൾക്ക് അത്രയും സമയം വേണം എന്നുള്ളത് കൊണ്ടേ ആയിരിക്കണമല്ലോ ആ സിനിമ അത്രയും എടുത്തത്. റൈറ്റർ എന്നുള്ള രീതിക്ക് നമുക്ക് അഭിപ്രായം പറയാം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഡിഫറെന്റ് അറേഞ്ച്, ഡിഫറെന്റ് ലൊക്കേഷൻസ്, ബാക്ക് ടു കേരള പൊളിറ്റിക്സ്, പിന്നെ ലൂസിഫറിൽ പറഞ്ഞു വെച്ച കുറച്ച് ഫാമിലി എലിമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാമിലി പൊളിറ്റിക്സ്, ഈ സാധനം മൊത്തം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു മെസ് ആവരുത് എന്നുള്ളൊരു കാര്യമുണ്ട്. എല്ലാ സിനിമയ്ക്കും പറ്റിപ്പോകുന്ന ഒരു വിഷയം അവിടെയാണ്. വലിയ ബഡ്ജറ്റില് കുറെ വലിയ ഒരു സ്റ്റോറി ലൈനിൽ വരുന്ന ഇതേപോലത്തെ സീക്വൽ ആയിട്ട് വരുന്ന സിനിമകൾ എപ്പോഴും മെസ്ഡപ്പ് ആവാറുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ഒക്കെ എടുത്ത് നോക്കുമ്പോൾ. ഫോർ മീ ദിസ് മൂവി കറക്റ്റ് മുരളി ഗോപി എഴുതി കൊടുത്തത് പൃഥ്വിരാജ് ഇനീഷ്യേറ്റ് ചെയ്ത രീതിയിലാണ് സക്സസ് ഇരിക്കുന്നത്. എഴുതി കൊടുത്ത ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രേക്ഷകരനെ എത്തിക്കാനുള്ള ഡയറക്ടറിന്റെ ബ്രില്യൻസ്, ആ സ്ക്രീൻ പ്ലേയുടെ ബ്രില്യൻസ്. ഇല്ലെങ്കിൽ ഇത് പൃഥ്വിരാജിന്റെ ആ ഒരു എഫേർട്ട് അല്ല, അല്ലെങ്കിൽ ആ ഒരു ബ്രില്യൻസ് ഇല്ലായിരുന്നെങ്കിൽ ഒരാൾക്ക് പോലും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ കുഴഞ്ഞു പോയതിനകം. ആ കാര്യത്തില് ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ് ആസ് എ ഡയറക്ടർ. വേറെ ലെവലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ മുരളി ഗോപിയുടെ എഴുത്ത് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. കറന്റ് സിറ്റുവേഷൻ, പടം ഇറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ പല പ്രമുഖ പാർട്ടികളും ഈ സിനിമയ്ക്ക് ബാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനകത്ത് പറയുന്ന രാഷ്ട്രീയം മുരളി ഗോപിയാണ്. അതെ, തീർച്ചയായും ആ ഒരു ഈ സിനിമയിൽ ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം അത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഈ നിലവിൽ ഈ ഒരു കറണ്ട് സിനോറിയയിലെ ഈ കേരളത്തിലെ രാഷ്ട്രീയം അടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം അടക്കം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം തീർച്ചയായും ഈ ഒരു സിനിമ കാണുന്നൊരു ആരാധകർ, അതായത് ഒരു നിഷ്പക്ഷത തോന്നിയേക്കാം. ഇതിന് വലിയ പ്രശ്നങ്ങളൊക്കെ കാരണമാകില്ല. കാരണം 3 പാർട്ടികളെ ഒരുപോലെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു ചിത്രം വരച്ചു വെക്കുന്നത്. അതിനെ മുരളി ഗോപി കാണിച്ചൊരു ധൈര്യം, അല്ലെങ്കിൽ കാര്യങ്ങളെ നേർക്കാഴ്ചയോടെ കാണിച്ചു വെച്ച ഒരു കാര്യം, അതൊക്കെ വളരെയധികം പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ആ ഒരു ത്രെഡിലൂടെ തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത് പോലും. അതെ, തുടക്കം മുതലേ ഇതിനുള്ള ഒരു പൊളിറ്റിക്കൽ കാര്യം ഇതിനകത്തുണ്ട്. ലൂസിഫറിനകത്താണെങ്കിലും നമുക്കറിയാം, അതിനകത്തും കൃത്യമായ രാഷ്ട്രീയം മുരളി ഗോപി പറഞ്ഞിട്ടുണ്ട്. കമ്മിങ് ടു എമ്പുരാൻ, ഇതിൽ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹെവി ഡോസ് ആണ്. പലർക്കും ചിലപ്പോൾ ഈ ഒരു രാഷ്ട്രീയം കാണുമ്പോഴും കേൾക്കുമ്പോഴും അവരുടെ പേഴ്സണൽ രാഷ്ട്രീയത്തിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും അവരെ കുറച്ച് കൂടുതൽ കൊട്ടിയോ എന്നുള്ളൊരു വർത്താനം മാത്രമേ പറയാനുണ്ടാവൂ. 3 പാർട്ടിയും ഒരുപോലെ വിമർശിച്ചു എന്ന് പറയുമ്പോഴും അതിൽ കൃത്യമായി കൊള്ളുന്ന രീതിയിൽ വിമർശനങ്ങൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ മുരളി ഗോപി എന്ന് പറഞ്ഞ റൈറ്റർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇഞ്ച് ബൈ ഇഞ്ച്, വേർഡ് ബൈ വേർഡ് അത് ഡെലിവർ ആയിട്ടുമുണ്ട്. അതെ, അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു മയത്തിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോകാൻ പറ്റുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സിനിമയുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ പലരും ഇത്തരത്തിൽ പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പൊളിറ്റിക്സിൻ്റെ ഒരു പേരും പറഞ്ഞ് ആ സിനിമയെ ഈ സൂചിപ്പിച്ചതുപോലെ ബാൻ ചെയ്യണമെന്നുള്ള ആവശ്യങ്ങളുമായൊക്കെ മുന്നോട്ട് വരികയും ചിത്രത്തെ അടക്കം ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത അത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഷുവറായിട്ടും ഇതിനെന്താണെങ്കിലും ഒരു
ഒരു ബാൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി കേരളത്തിലെ കുറച്ച് സംഘ് പരിവാർ പ്രൊഫൈൽസിനകത്ത് ബാൻ എന്നുള്ള സാധനങ്ങൾ വന്നു തുടങ്ങി. പിന്നെ ഇനി ഇതിന്റെ ഫ്യൂച്ചർ കണ്ടറിയണം കോശി എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. സിനിമയെ സിനിമയായിട്ട് എടുക്കാൻ ഓബിയസ്ലി പൊളിറ്റിക്കൽ സിനിമാസ് വരും, അജണ്ടകളുള്ള സിനിമാസ് വരും. സിനിമയാണ്, അതിനകത്ത് പൊളിറ്റിക്സ് പറയും. ചില സിനിമയിൽ പ്രൊപ്പഗണ്ട കാണും, ചില സിനിമയിൽ ചില അജണ്ടാസ് കാണും. അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാനും അതിൽ നിന്ന് എടുക്കേണ്ടത് എടുക്കാനും കളയേണ്ടത് കളയാനും തള്ളേണ്ടത് തള്ളാനും ഇവിടുത്തെ പ്രേക്ഷകർക്ക് അറിയും. അങ്ങനത്തെ ഒരു ലാൻഡിലേക്കാണ് മുരളി ഗോപി ഈ സാധനം വെച്ചുവിട്ടിട്ടുള്ളത് നമുക്ക്. സോ ഇറ്റ്സ് അപ് ടു അസ് എന്ത് ആക്സെപ്റ്റ് ചെയ്യണം, എന്ത് തള്ളണം എന്നുള്ളത്. മുരളി ഗോപി ആസ് എ റൈറ്റർ കറന്റ് സിറ്റുവേഷൻ ഓർ ഫ്യൂച്ചർ കേരള പൊളിറ്റിക്സിനെ ഇപ്പോഴേ പ്രെഡിക്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ശരി സായി കൃഷ്ണൻ, തുടരുക. ഇപ്പോൾ രാജീവ് കൂടെ തുടരുന്നുണ്ട്. രാജീവ്, ഈ ഒരു സിനിമ ഇറങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ പ്രിന്റ് ലീക്കാവുന്നു എന്നുള്ള വാർത്തകളാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വേണ്ട രീതിയിലുള്ള ഇതൊക്കെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന അണിയറ പ്രവർത്തകരുടെ ഒരു പരിശ്രമം അതുപോലും കണക്കിലെടുക്കാതെ ഇത്തരത്തിൽ സിനിമ ഇറങ്ങുന്ന ദിവസം തന്നെ ആ സിനിമ നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ വ്യാജ പ്രിന്റുകളൊക്കെ ഇറങ്ങുമ്പോൾ വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയല്ലേ ഇത്? അതെ, തീർച്ചയായിട്ടും വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളത്. കാരണം വളരെ കഷ്ടപ്പെട്ട് അവർ ചോര നീരാക്കി എടുത്തൊരു ഫിലിം, അതിന്റെ ഇത്രയും നല്ലൊരു മികച്ച മേക്കിങ്ങോട്ട് എടുത്ത ഫിലിം, അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്ന് ഒരു കൂട്ടം ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാനും പിന്നെ ഇതുപോലുള്ള കാര്യം ഇങ്ങനെ എടുത്ത് വെളിവിടുവാനും അവർ കൂട്ടായ പ്രവർത്തനം നടത്തി ഒരു കൂട്ട ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് എതിരെയും പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കണ്ടെത്തി സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് വളരെ നല്ല തക്ക ശിക്ഷ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു പരിഹാരം തന്നെ നമുക്ക് ഭാവിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്റെ അഭിപ്രായം. അതായത് നിരവധി സിനിമകളാണ് ഇത്തരത്തിൽ നശിപ്പിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഈ എമ്പുരാൻ 150 കോടി ബജറ്റിൽ ഇറങ്ങുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പോൾ ഒട്ടും നിസ്സാരമല്ല അതിനുവേണ്ടി ചിലവാക്കിയിരിക്കുന്ന ഒരു തുക എന്ന് പറയുന്നത്. അതുപോലും കണക്കിലെടുക്കാതെ ഇത്തരത്തിൽ വ്യാജ പതിപ്പുകൾ ഇറക്കുമ്പോൾ ആ ഒരു അണിയറ പ്രവർത്തകർക്ക് അതുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് അതുപോലും കണക്കിലാക്കാതെ, അല്ലെങ്കിൽ ഇത്രത്തോളം എഫേർട്ട് എടുത്ത് ഇത്രത്തോളം ആളുകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ആളുകൾക്ക് ഇത്തരത്തിലൊക്കെ പെരുമാറാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു കണക്കിന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ശാപമെന്ന് തന്നെ പറയാം. ഈ ഒരു ഇറങ്ങുന്ന ദിവസം തന്നെ ഇത്രയും മനോഹരമായി ചിത്രീകരിച്ച ഒരു സിനിമയുടെ ഇറങ്ങുന്ന ദിവസം തന്നെ ഇത്തരത്തിൽ പ്രിന്റൊക്കെ ലീക്കാവുന്നത്. സിനിമാ വ്യവസായത്തെ നശിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് എമ്പുരാൻ പോലൊരു സിനിമ ഒരിക്കലും പ്രിന്റ് വെളിയിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ നശിക്കില്ല. കാരണം ജനങ്ങള് അല്ലെങ്കിൽ പ്രേക്ഷകർ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടാൽ മാത്രമേ അതിന്റെ ഒരു ടോട്ടാലിറ്റി പൂർണ്ണമായും അവർക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ജനങ്ങൾ ഈ സിനിമ കാണാൻ തിയേറ്ററിലോട്ട് തന്നെ വരും. ഏതൊരു ഇങ്ങനെയുള്ള ഉത്സർഗ ശ്രമങ്ങളും അവർ തന്നെ ചേർത്ത് തോൽപ്പിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. തീർച്ചയായും അതും മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇത്തരത്തിൽ സിനിമയായി കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി പ്രേക്ഷകരുണ്ട്. അവരൊന്നും ഈ പ്രിന്റ് ഒന്നും ഇറങ്ങുമ്പോൾ കാണാതെ തീർച്ചയായും ഈ തിയേറ്ററുകളിൽ തന്നെ പോയി ആ ചിത്രം ആസ്വദിക്കുക, അല്ലെങ്കിൽ OTTയിൽ ഇറങ്ങുന്നത് പോലും കാത്തിരിക്കാതെ തിയേറ്ററുകളിൽ പോയി ആസ്വദിക്കുന്ന ആരാധകരുള്ള കേരളത്തിൽ തീർച്ചയായും എമ്പുരാൻ ഉണ്ടാക്കുന്ന ഒരു ഓളം ഇനിയുള്ള ദിവസങ്ങളിൽ അതെങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും വലിയ ഓളം തന്നെയാണ് എമ്പുരാൻ സൃഷ്ടിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ ഞായറാഴ്ച വരെ ചിത്രം ഏകദേശം ഫുള്ളാണ്. ഏകദേശം തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൽ പോലും ടിക്കറ്റുകളില്ല. എല്ലാ തിയേറ്ററും അഡ്വാൻസ് ബുക്കിംഗ് ആണ്. പുതിയ ഷോസ് അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളുപ്പിന് 3 മണിക്ക് പോലും ഇപ്പൊ ഷോ ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അത് ഞാൻ വരുന്നു എന്നുള്ളത് ഈ സിനിമ ഇടയിൽ പ്രചാരം നേടി എന്നുള്ളതാണ്. അത് മോഹൻലാലിന്റെ ഇഷ്ടം തന്നെയാണ് യഥാർത്ഥ കാരണം. സ്നേഹിക്കുന്ന കാര്യം ഫാൻസ് ബേസ് അല്ലാതെ തന്നെ എല്ലാവരും ഈ സിനിമ കാണാൻ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ശരി രാജീവ്, തുടരുക. സായി കൃഷ്ണനിലേക്കാണ് വരുന്നത്. അതായത് ഈ എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ മാറ്റിവെക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് നമ്മൾ ഈ തിരക്കഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ഡയറക്ഷനെ കുറിച്ചും തിരക്കഥയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ മാറ്റിവെക്കാൻ പറ്റാത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്.
സുജിത് വാസുദേവ് എന്നുള്ള ആ മനുഷ്യൻ എത്രത്തോളം മനോഹരമായാണ് ഈ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ചിത്രം കണ്ടവർക്കൊക്കെ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രത്തോളം മനോഹരമായി ഓരോ ഷോട്ടുകളടക്കം അത്രത്തോളം മനോഹരമായി എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് തന്നെ ഓരോ ഷോട്ടിലും കാണാൻ സാധിക്കും. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ പല ഇന്റർവ്യൂലായിട്ട് പറഞ്ഞു, നാച്ചുറൽ ലൈറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പല ഷോട്ടുകളും യൂസ് ചെയ്യാറ്, എടുക്കാറ്. ഒരു ആസ് എ ക്യാമറമാൻ ആൻഡ് സിനിമാറ്റോഗ്രാഫർ അത് വലിയൊരു വെല്ലുവിളിയാണ്. ലൊക്കേഷനിലേക്ക് ചെന്ന് അവിടെ നാച്ചുറൽ ലൈറ്റ് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്താണോ ഡയറക്ടറിന്റെ ഡിമാൻഡ് അത് മനസ്സിലേക്ക് എടുത്ത് ആ ഒരു ഷോർട്ട് ടൈമിൽ ആ ലൈറ്റ് പോകുന്നതിന് മുമ്പ് സാധനം ചെയ്ത് തീർക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ ടാസ്ക് ഇത്രയും വെല്ലായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു സിനിമ ഞാൻ അക്കാലത്ത് കണ്ടിട്ടില്ല. കാരണം ചില ഫ്രെയിമുകൾ ഇന്റർനാഷണൽ ഫ്രെയിംസ് ചിലതിൽ ഇത് കാണുമ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടു പോയിട്ടുണ്ട്. ഇത് ഹോളിവുഡ് മൂവീസിൽ പോലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പല പല സാധനങ്ങളും ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞാൽ പലതും സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇന്റർനാഷണൽ ടറൈൻ ഈ വ്യക്തി അതെ, എനിക്കും അതാണ് തോന്നുന്നത്. കാരണം പല കാര്യങ്ങളും അത് ഇതിനൊരു പൂർണ്ണത വരണമെങ്കിൽ പല കാര്യങ്ങളും പറയേണ്ടതായുണ്ട്. എന്നാൽ പോലും അത് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യം. കാരണം പറഞ്ഞാൽ തീർച്ചയായും അതൊരു സ്പോയിലർ ആയി പോകും. അത് കണ്ടാൽ മാത്രമേ ഒരു ഫ്രെയിമിലേക്ക് ഒരു അതെ താങ്കൾ പറഞ്ഞോളൂ. ഇതിലിപ്പോ പൃഥ്വിരാജിനോട് ചോദിച്ച സമയത്ത് റീസെന്റ് പറയണത് ഒരു ഐഫോണിൽ ഒരു ഗോപ്രോടക്കം ഷൂട്ട് ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ, ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് അവരെത്രത്തോളം കമ്മിറ്റഡ് ആണ് ആ ഒരു സിനിമയിൽ എന്നുള്ളത്. നമ്മൾ എത്ര സ്പെൻഡ് ചെയ്തു എന്നുള്ളത് സിനിമയിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏക വഴി ഇത് സ്ക്രീനിൽ കാണുന്ന ആ റിച്ച്നെസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ആ ശബ്ദങ്ങളാണ്, പിന്നെ പെർഫോമൻസുകളാണ്. ഈ സിനിമയില് ഏറ്റവും കൂടുതൽ ഒരു പെർഫോമൻസിനോ ഒരു സൗണ്ടിനോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിന്റെ സിനിമാറ്റോഗ്രാഫിയാണ്. നമുക്ക് ഈ സിനിമ ഇതിന്റെ സിനിമാറ്റോഗ്രാഫിന്റെ ഒരു ഹൈ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയാൽ ലോകത്തിൽ എവിടെ ഏത് ലാംഗ്വേജിലും നമുക്ക് ഈ സിനിമ കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കാം, കാണിച്ചു കൊടുക്കാം. ദിസ് ഈസ് എ മൂവി ഫ്രം ഇന്ത്യ, ദിസ് ഈസ് മെയ്ഡ് ബൈ പൃഥ്വിരാജ്, ദിസ് ഈസ് ദ സിനിമാറ്റോഗ്രാഫർ. പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു ഞാൻ പറഞ്ഞു, ഞാൻ പല സിനിമകൾ കണ്ടിട്ടുണ്ട്, പൈസ കുറെ മുടക്കി കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര റിച്ച്നെസ് കണ്ടിട്ടില്ല. 150 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ടാകും. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു ഈ പറയുന്ന പോലെ സിനിമാറ്റോഗ്രഫിയുടെ എലമെന്റ് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ടാകും. അതൊന്നും എവിടെയും ചോർന്നു പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഫ്രെയിമിൽ പോലും ഈ നടന്മാരുടെ ഈ മോഹൻലാൽ ആയിക്കോട്ടെ പൃഥ്വിരാജ് ആയിക്കോട്ടെ ഇവരൊക്കെയും നിറഞ്ഞു നിൽക്കുകയാണ് ഈ സിനിമയിൽ. അവരുടെയൊന്നും അവർക്കൊക്കെ കൊടുക്കുന്നൊരു സ്റ്റാർ വാല്യൂ അത് തന്നെ. ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൃഥ്വിരാജ് എത്രത്തോളം ഒരു മോഹൻലാൽ ആരാധകനാണ് എന്നുകൂടെ ഈ ഷോട്ടുകൾ പറയുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യം. അതായത് അദ്ദേഹം ഈ ഹിംസെൽഫ് വെരി ഗുഡ് ആക്ടർ. അദ്ദേഹം തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് മുരളി ഗോപി കൊടുക്കുന്ന സ്ക്രിപ്റ്റിന്റെ മുകളിൽ ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ഇദ്ദേഹം ഉണ്ടാക്കും എന്നുള്ളത്. വളരെ ഈസിയാണ്. സ്വന്തം അഭിനയിക്കാൻ അറിയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാമായിരുന്നു. ആ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നത് ഖുറേഷി അബ്രാമിനെയാണ്. മോർ ഓഫ് അവിടെ ഈ വ്യക്തി കാണിച്ചൊരു മാതൃക എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയും ഒരു സീനിലും പൃഥ്വിരാജ് ഓവർഷാഡ് ചെയ്ത് മോഹൻലാലിനെ തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു അത് തന്നെ ആ ഡയറക്ടറിന്റെ ക്വാളിറ്റിയാണ്. പൃഥ്വിരാജിനെ നമ്മള് നടനായിട്ട് കാണുന്നുണ്ട്, പക്ഷെ ഡയറക്ടറായിട്ട് കാണുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ആ കണ്ട ഫ്രെയിമുകൾ. അതെന്താ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം, അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു കോൺട്രിബ്യൂഷന്റെ ലെവല് മനസ്സിലാവുള്ളൂ. പൃഥ്വിരാജ് ആൻഡ് മോഹൻലാൽ കംസ് ടു എ ഫ്രെയിം. ഈ ഒരു സിനിമ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന് പിന്നാലെ നോക്കുമ്പോൾ മറ്റുള്ള അഭിനേതാക്കൾ മഞ്ജു വാര്യർ ആയിക്കോട്ടെ, ഇന്ദ്രജിത്ത് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബൈജു ഉണ്ട്, നന്ദു ഉണ്ട്, അങ്ങനെ നിരവധി സായികുമാറുണ്ട്. ഇവരുടെയൊക്കെ ഭാഗത്തേക്ക് വരുമ്പോൾ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച എനിക്ക് തോന്നുന്നു സുരാജ് വെഞ്ഞാറമൂടിന് കുറച്ച് സ്ക്രീൻ സ്പേസ് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ആ സുരാജ് വെഞ്ഞാറമൂടിനുള്ള ആ ഒരു സ്പേസ്, അങ്ങനെ എല്ലാവരും ഈ അഭിനയിച്ചിരിക്കുന്നവരൊക്കെയും ഒരു ആർട്ടിഫിഷ്യാലിറ്റി എവിടെയും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എല്ലാവരുടെയും അഭിനയം അത്രത്തോളം ആ ഒരു രീതിക്ക് തന്നെ മോൾഡ് ചെയ്തെടുക്കാൻ പൃഥ്വിരാജ് എന്നൊരു പറയുന്ന ഒരു ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടില്ലേ? ആക്ച്വലി ഈ സിനിമയ്ക്ക് കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി വേണം എന്ന് ഈ കഥയ്ക്ക് കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി വേണമെന്ന് പേഴ്സണലി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്.
കാരണം നമ്മള് വളരെ കോമൺ ആയിട്ട് കാണുന്ന ക്യാരക്ടേഴ്സിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്റ്റോറി അല്ല, കുറച്ചൊരു ലാർജർ ദാൻ റിയൽ ലൈഫാണ്. സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് അത് നല്ലതായിട്ടാണ് തോന്നാറ്. ബട്ട് കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ, ഈ സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ മാത്രമേ ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ലാലേട്ടന്റെ ക്യാരക്ടർ ആൻഡ് കമ്മിങ് ടു പൃഥ്വിരാജ് ആൻഡ് ഗോയിങ് ബാക്ക് ടു മഞ്ജു വാര്യർ, ടൊവിനോ, ഇവരുടെ ഇടയിലാണ് ഈ സിനിമ ബിൽഡ് ആവുന്നത്. സോ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ അവരുടെ പോർഷൻസ് ചെയ്തു പോയി, വളരെ നന്നായിട്ട് അവര് അഭിനയിച്ച് അവരുടെ പോർഷൻസ് ചെയ്തു പോയി. അത് കുറവോ കൂടുതലോ എന്നുള്ളതൊക്കെ ആ എഴുത്തുകാരന്റെ ആ ഒരു തിങ്കിങ് ആണ്. മേ ബി നമ്മളിപ്പൊ കുറവ് കണ്ടവരൊക്കെ L3 കൂടുതലായിട്ട് കാണാം, ഇപ്പൊ കൂടുതലായിട്ടുള്ളവരൊക്കെ പോർഷൻസ് കുറയാം, പുതിയ ക്യാരക്ടേഴ്സ് ആഡ് ആവാം. തീർച്ചയായും ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഞാൻ രാജീവിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. രാജീവ്, ഈ ഒരു സിനിമ ഇത് ഇനിയും തിയേറ്ററുകളിലേക്ക് വിജയകരമായി തന്നെ പ്രദർശനം തുടരേണ്ട ഒരു സിനിമയാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ സിനിമ പാൻ ഇന്ത്യൻ സിനിമയായി 5 ഭാഷകളിലായി ഒരുങ്ങുന്ന ഈ ഒരു ചിത്രം ഇനിയും തിയേറ്ററുകളിൽ നിറഞ്ഞോടേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ തന്നെ നേട്ടം കൊയ്തു കഴിഞ്ഞു എമ്പുരാൻ എന്ന് വേണം പറയാൻ. തീർച്ചയായും തിയേറ്ററുകൾ നിറഞ്ഞ് ഇനിയും മാസങ്ങളോളം ഓടേണ്ട ഒരു ചിത്രം കൂടെ തന്നെയാണ് എമ്പുരാൻ. ആ ഒരു ഘട്ടത്തിൽ ഒരു മോഹൻലാൽ ആരാധകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇനിയും ഈ സിനിമ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഫാമിലി ഓഡിയൻസ് ഉൾപ്പെടെയുള്ളവർ വളരെ ആവേശത്തോടെ ഈ സിനിമയെ വന്ന് കണ്ട് സ്വീകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇതിലെ ഫോട്ടോഗ്രാഫി പറഞ്ഞതുപോലെ എല്ലാവരും അഭിമാനത്തോടെ പറയട്ടെ, എൻ്റെ ക്ലാസ്മേറ്റ് സുഹൃത്തായ സുജിത് വാസുദേവന്റെ ഫോട്ടോഗ്രാഫർ, അദ്ദേഹം വളരെ മനോഹരമായി നമുക്ക് ഈ കാഴ്ചകൾ സമ്മാനിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ, കർണാടകയിലെ ബാംഗ്ലൂരിലൊക്കെ 96ഉം 104ഉം ഷോകൾ വരെ ഒരു ദിവസം കളിക്കുന്ന മൾട്ടിപ്ലക്സുകൾ ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് നമ്മുടെ അതും ചിന്തിച്ചു പോകും. എത്രത്തോളം വൈഡ് ഓപ്പണിംഗ് ആണ് നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അത് മലയാള സിനിമയ്ക്കും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, മലയാളികൾക്കും എല്ലാം അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. എല്ലാവരും തിയേറ്ററിലോട്ട് വന്ന് ഈ സിനിമ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ വലിയ വിജയം ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശരി, നന്ദി രാജീവ്. ഞാൻ സായി കൃഷ്ണനിലേക്ക് അവസാനമായി പോവുകയാണ്. സായി കൃഷ്ണൻ, നോക്കൂ, ഈ ഒരു ഘട്ടത്തിൽ എമ്പുരാൻ എന്നുള്ള സിനിമയെക്കുറിച്ച് താങ്കൾക്ക് അവസാനമായി എന്താണ് സൂചിപ്പിച്ചു വെക്കാനുള്ളത്? അതായത് ഞാൻ നേരത്തെ രാജീവിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. 150 കോടി ബജറ്റിൽ ഇറങ്ങിയ ഒരു ചിത്രം ഇപ്പോൾ തന്നെ കോടികൾ കൊയ്തു കഴിഞ്ഞു. പാൻ ഇന്ത്യൻ ചിത്രം, 5 ഭാഷകളിലായി ഇറങ്ങിയ ചിത്രം. ഈ ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ വിജയം അത് മുന്നോട്ട് എങ്ങനെയാകും? ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിന്റെ കോടിക്കണക്കൊന്നും അവർ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒന്നും അവരെവിടെയും പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല. പിന്നെ ഇത്രയും വലിയ ക്യാൻവാസിൽ വരുന്ന ഒരു പടത്തിന് നമ്മൾ ഗസ് ഇല്ലെന്ന് ഒരു എമൗണ്ട്, നമ്മുടെ ഗസ്സിൽ തന്നെ ഇത് 100-ലോ 150-ലോ ഇരിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സിനിമയ്ക്ക് ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. മലയാളം സിനിമ ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വലിയ വലിയ സിനിമകളും ഇവിടെ വന്ന് ഹിറ്റ് അടിച്ചു പോകുന്നത് കണ്ട് അത് ആഘോഷിക്കുന്ന ആളുകളാണ്. സോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും നല്ല വലിയൊരു പ്രൊഡക്റ്റ്, ഇത്രയും ഒരു ഹെവി പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് അതിന്റെ ഒരു ക്വാളിറ്റി ബേസിസിലുള്ള ഒരു ബാക്കപ്പ് ആ സിനിമയ്ക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഈ പടം ഒട്ടും മോശമുള്ള ഒരു പടവും അല്ല. പിന്നെ ഓവർ പ്രീ കൺസീവ്ഡ് നോഷൻ വെച്ചിട്ട് ആരെങ്കിലും കയറി ഓവർ ഹൈപ്പിൽ കയറുമ്പോൾ വരുന്ന കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ്സ്. ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഈ ചിത്രത്തിന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും സമ്മിശ്രമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അത് ദഹിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ പടത്തിന്റെ ഒരു സ്പോയിലർ. ഈ പടത്തിലിപ്പോ കയറി ഇനീഷ്യൽ നമ്മളൊരു പോപ്കോൺ വ്യൂവർ ആയിട്ട് കയറുന്ന സമയത്ത് കാണേണ്ട സിനിമയുടെ ലാംഗ്വേജിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു ടെറൈനും വേറെ രീതിയിലുള്ള ഒരു കൺസീവ് ചെയ്യേണ്ട രീതിയിലുള്ള ലാംഗ്വേജ് സംഗതിയാണ് കിട്ടുന്നത് ഫസ്റ്റ് കുറെ സമയം. സോ അതൊരു സർട്ടൻ ഏജ് ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു കുറച്ച് പോപ്കോൺ വ്യൂവേഴ്സ് അല്ലാത്തവർക്ക് അത് കുറച്ച് സമയം ഇങ്ങനെ അയ്യോടാ ഞാൻ മലയാള സിനിമ അല്ലേ കാണാൻ കയറി എന്നുള്ളൊരു ഫീല് വരും. തീർച്ചയായും ഒരു ഡിപ്പായിരിക്കാം മേ ബി അവർക്ക് ആ ഒരു ഫീലിംഗ്. തീർച്ചയായും. സായി കൃഷ്ണൻ, വളരെയധികം നന്ദി. ഇപ്പോൾ എന്തായാലും നമ്മോടൊപ്പം സംസാരിച്ചത് ചലച്ചിത്ര നിരൂപകനായ സായി കൃഷ്ണനും തന്നെ മോഹൻലാൽ ആരാധകനായ രാജീവുമാണ്. വളരെയധികം നന്ദി രണ്ടുപേർക്കും. എന്തായാലും എമ്പുരാൻ സിനിമ ഇത്രയും നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ എമ്പുരാൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആരാധകരിൽ നിന്നും അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്നുമൊക്കെ സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നിരവധി ആളുകളുള്ളപ്പോഴും ചിത്രം സമ്മിശ്രമായിരുന്നു, ആവറേജ് ആയിരുന്നു സിനിമ എന്നൊക്കെ പറയുന്ന നിരവധി പേരുണ്ട്.
എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ വലിയൊരു ക്യാൻവാസിൽ ഇറങ്ങിയ പാൻ ഇന്ത്യൻ ചിത്രമായി ഇറങ്ങിയ എമ്പുരാൻ എന്നുള്ള സിനിമ മുന്നോട്ട് അത് എങ്ങനെ പോകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നത്. ഏറെ ദൗർഭാഗ്യകരമായി അപ്പോഴും കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം, ചിത്രം ഇറങ്ങുന്ന ആദ്യ ദിവസം തന്നെ ചിത്രത്തിന്റെ പ്രിന്റ് ഇറങ്ങുന്നു എന്ന് പറയുന്നതും ദൗർഭാഗ്യകരമായൊരു കാര്യം തന്നെയാണ്. അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളുകൾ അവരുടെ ഒരു പരിശ്രമം അതിനെയൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ചവിട്ടി തേക്കുന്ന തരത്തിലുള്ളതാണ് ആ ഒരു പ്രവൃത്തിയൊക്കെ. എന്തായാലും എമ്പുരാൻ സിനിമയുടെ വിജയം അത് എങ്ങനെയാകുമെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയാം. നമസ്കാരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.